ഈ അരിയും കറി വെക്കാൻ പാകപ്പെടുത്തി വെച്ചിരുന്ന മീനുമടക്കം മോഷ്ടിച്ചു കൊണ്ടുപോയത് വേട്ടക്കാരാണെന്ന സംശയത്തിൽ നാട്ടുകാർ. എന്നാൽ മാനസിക വിഭ്രാന്തിയുള്ള ആളാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. പത്തനംതിട്ട ചിറ്റാറിലുണ്ടായ ഈ സംഭവത്തിൽ വനവകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അരി, പച്ചക്കറി, അരിഞ്ഞു വെച്ച ചക്ക, ഒരു കൈലി, കൂടാതെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മത്തിയും കൊണ്ടാണ് അജ്ഞാതൻ കടന്നത്. അരിമോഷണമെന്ന് കേട്ടപ്പോൾ മൂന്നാം ബ്ലോക്കുകാരും ആദ്യം മാവോയിസ്റ്റുകളെ സംശയിച്ചു. സാധ്യതയില്ലെന്ന് വന്നതോടെ മറ്റു വഴിക്കായി ചിന്ത. വനമേഖലയോട് ചേർന്ന പ്രദേശമെന്നതിനാൽ വേട്ടയ്ക്ക് പോയവർ ഇവ കൊണ്ടുപോയിട്ടുണ്ടാകാമെന്ന് പിന്നീട് അവർ മാറി ചിന്തിച്ചു. ഇന്നലെ പകലായിരുന്നു സംഭവങ്ങൾ. അതായത് ഭക്ഷണം കാര്യങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ചോറ്, മീന്, അങ്ങനെയുള്ള കുറേ ചക്ക അരിഞ്ഞു വെച്ചിരുന്നു. അതെല്ലാം ഫ്രിഡ്ജിൽ കാണുന്നില്ല. അത് കഴിഞ്ഞ ശേഷം അന്നേരം തന്നെ പോലീസ് വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി. വൈകിട്ടൊരു 8:30, അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു, 9 മണിയോളം ആയപ്പോൾ നോക്കിയപ്പോഴാണ് ജനലിൻ്റെ കമ്പി മുറിച്ച് വെച്ചേക്കുന്നത് കാണുന്നത്. ഇളമത്രയിൽ ബിനു, മംഗലത്തിൽ ജിനു എന്നിവരുടെ വീടുകളിലായിരുന്നു മോഷണം. ഈ സമയം ഇരു വീടുകളിലും ആളുണ്ടായിരുന്നില്ല. വീടുകളിൽ ഒന്നിന്റെ ജനാലയുടെ അഴികൾ അറുത്തു നീക്കിയ ശേഷമാണ് കള്ളൻ ഉള്ളിൽ കടന്നത്. ഫോറസ്റ്റുകാർ നിലവിൽ നാട്ടിൽ മുറിക്കുന്ന മരങ്ങളുടെ പുറകെ നടക്കുകയാണ്. വനത്തിനുള്ളിൽ കയറുന്നതിന് വേണ്ടി അവർ തയ്യാറാവുന്നില്ല. നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാട്ടുകാർക്കൊപ്പം വനത്തിനുള്ളിൽ പരിശോധന നടത്താൻ വേണ്ടി അവർ കയറിയിട്ടുണ്ട്. വനത്തിനുള്ളിൽ ഇവരുടെ പരിശോധന കർശനമാക്കണം. വേട്ടക്കാരെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് വനത്തിനുള്ളിലും തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം പ്രദേശവാസി മാനസിക വൈകല്യമുള്ള ഒരാളെയാണ് പോലീസ് സംശയിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.